ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പാപ്പൻ. അപ്പോൾ ഇന്നലെ വിശാഖപട്ടണത്ത് പോകുന്നു. നമ്മളിപ്പോൾ കൈലാസഗിരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹിൽസിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് വിശാഖപട്ടണം ഒരു 10-30 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഓൺ ദ വേ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വിശാഖപട്ടണം ഒരു 10-30 കിലോമീറ്റർ ഇപ്പുറത്ത് കൈലാസഗിരി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് എത്തിക്കണത്. അപ്പോൾ ഇവിടേക്ക് അതൊരു ഹിൽസ് ഏരിയയാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് റിക്ഷ അലോഡ് ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിൽ പോകാനായിട്ട്. അപ്പോൾ റിക്ഷ അലോഡ് ഇല്ലാത്ത കാരണം ഞങ്ങൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ബസ്സിന് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അവരോട് പോയി സംസാരിക്കാം. എന്നിട്ട് ബസ് വരുമ്പോൾ ബസ്സിൽ കയറിയിട്ട് നേരെ മുകളിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഹിൽസ് അതിൻ്റെ പേരിലാണ് നമുക്ക് ഇങ്ങോട്ട് അലോഡ് ഇല്ലാഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ ഒരു അടിപൊളി ഒരു ബീച്ചുണ്ട്. ഈ ഹിൽസിൻ്റെ താഴത്ത് സൂപ്പർ ഒരു ബീച്ചാണ് കാണുന്നത്. അപ്പോൾ നമുക്കത് വണ്ടിയിൽ നിങ്ങളുടെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ആ ബീച്ചിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വിശാഖപട്ടണം നിന്ന് ഒരു 30 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് കൈലാസഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിൽസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പാർക്കിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. അടിപൊളി വ്യൂ പോയിൻറ്റും ഇതൊക്കെയുണ്ട്. ഇവിടെ ഈ ഹിൽസിൻ്റെ മുകളിൽ ഇതുണ്ട്, ട്രെയിൻ സവാരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. ട്രെയിനിൽ കയറാം, ചോദിച്ചു നോക്കട്ടെ. ടിക്കറ്റ് എടുക്കേണ്ടതായിരിക്കും ചിലപ്പോൾ.
కైలాసగిరి కొండ మీద నుండి విశాఖనగరం యొక్క అంతఃచందాలను ప్రకృతి అందాలను ശാരദ റോഡ് വേഴ്സ്. അപ്പോൾ ഇവിടെ ഈ ട്രെയിനിൽ കയറാനായിട്ട് ഈ പാർക്കിൽ ഇറങ്ങാനായിട്ടുള്ള ട്രെയിനാണിത്. അപ്പോൾ ഇതിൽ കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഈ ട്രെയിനിൽ കയറി. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ കയറാനായിട്ട് 100 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഈ കൈലാസഗിരി മൊത്തം ചുറ്റിങ്ങായിട്ട് ഒരു റൗണ്ട് ചെയ്തങ്ങായിട്ട് തിരിച്ച് നമ്മളെ ഇവിടെ തന്നെ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെ ട്രെയിനിൽ കയറിക്കണം. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ റോപ്പ് വേ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അത് ചാലല്ല, കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ നിർത്തി വെച്ചേക്കാണ്. ഇതുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ കുതിര സഫാരി ഉണ്ട്. भाई वो हॉर्स राइडिंग कितने का है? 70 रुपीज़ सर. 70 रुपीज़. कहाँ से? यहाँ से एक राउंड. ऊपर से चलेगा नीचे. अच्छा अच्छा. അപ്പോൾ 70 രൂപയാണ് ഇവിടെ നിന്ന് ഒരു റൗണ്ട് പോണേന്. അതുപോലെ ഇവിടെ നമ്മുടെ ഫോട്ടോസ് എടുത്തിട്ട് ഗ്ലാസ്സിൽ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇവിടെ ശിവപാർവതിയുടെ വലിയൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം.
അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫീസ് ഉണ്ടാവും. പോയി നോക്കി നോക്കാം നമുക്ക്. No photographer. അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഇത് ജമ്പ് ചെയ്യുന്നൊരു ഇതാണ്. സ്പ്രിങ് വെച്ചിട്ട് ഉണ്ടോ, അതിൽ കയറുന്നിട്ട് ലോക്ക് ചെയ്യും. എന്നിട്ട് റിമോട്ടാണത്. रिमोट है, रिमोट से करते क्या? कितना 100 रुपया? 100 रुपया. ये कितना टाइम है? 25 ऊपर. कितना टाइम करता है ऐसा? 25. हाँ 25 ऐसा. हाँ താഴത്തേക്ക് മുകളിലേക്കും 25 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത് റിമോട്ടിൽ അവർ. അപ്പോൾ അതിന് 100 രൂപയാണ് എൻട്രി. അപ്പോൾ നമ്മൾ ഇവിടെ ചെന്ന് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ. പിന്നെ നടക്കാനായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ കറങ്ങി വന്ന മാതിരി ഒരുപാട് നടക്കാനായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുണ്ടെങ്കിൽ വിശാഖപട്ടണം ടൗൺ ഫുള്ളായിട്ട് കാണാമെന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ മലയുടെ ഒരു സൈഡിൽ ബീച്ചും ഫുള്ള് ടൗണുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ആദ്യം നമ്മുടെ യാത്ര ആരംഭിക്കണം. അതുപോലെ ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കയറിയ ട്രെയിൻ രണ്ടാമതും ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടൊക്കെയാണ്. അപ്പോൾ ആളുകൾ കയറുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാറായിട്ട് അപ്പോൾ നീങ്ങാറായിട്ടുണ്ട്. അതിങ്ങനെ ഇവിടെ ഈ മല ഫുള്ളായിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വരും. അപ്പോൾ ഒരാൾക്ക് 100 രൂപയാണ് ഫീസ്. അപ്പോൾ ട്രെയിൻ പുറപ്പെടാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അത് പുറപ്പെടാൻ വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മളിവിടെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് നമ്മൾ വണ്ടി ഇട്ടിട്ടാണ് വന്നേക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താമെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ് തിരിച്ച്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് തന്നെ പോവാണ്. അപ്പോൾ അവിടെ ബസ് എടുക്കണ്ട. ആ ബസ്സിൽ നമുക്ക് കയറിങ്ങായിട്ട് വീണ്ടും യാത്ര ആരംഭിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്ഥലത്ത് വീണ്ടും കാണാം. ബായ്.